മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു സെഗ്മെന്റ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റുഡൻസ് ഫിസിക്സും മാത്സിലും നല്ല താല്പര്യമുള്ള കുട്ടികളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കേണ്ടത്. മെഷീൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സ്ട്രീമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 12th നിങ്ങൾക്ക് ഒരു 60% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആണ് പോസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. ഓൾ ഇന്ത്യ തലത്തിലാണെന്നുണ്ടെങ്കിൽ ജെഇയുടെ എക്സാമും, കേരളത്തിലാണെങ്കിൽ കീമിന്റെ എക്സാമാണ് നിങ്ങൾ ഇതിൽ എൻട്രൻസ് എക്സാം ചെയ്യാനുള്ള എക്സാം എന്ന് പറയുന്നത്. കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു 20-25,000 പെർ മന്ത് സാലറി സെഗ്മെന്റിലാണ് വരുന്നത്. അബ്രോഡിലൊക്കെ ആണെങ്കിൽ ഇതിലൊരു 15-20 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ചെറിയ മെഷീൻസ് മുതൽ വലിയ കാറുകൾ അല്ലെങ്കിൽ ബസ്, ട്രെയിൻ, ഇനിയിപ്പം ഫ്ലൈറ്റുകൾ, എയർലൈൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഷിപ്പുകൾ, ഇതിന്റെ ഒക്കെ ഈ മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നത്. ഇതിൽ ഓട്ടോമോട്ടീവ് ജോബ്സ്, അതുപോലെ എയറോനോട്ടിക്കൽ ആയിട്ട് വരുന്ന ജോബ്സ്, അതുപോലെ മാനുഫാക്ചറിംഗിലെ, അതുപോലെ തന്നെ ഡിസൈൻസിലെ ധാരാളം ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബാച്ചിലേഴ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മെക്കാട്രോണിക്സ്, അതുപോലെ റോബോട്ടിക്സ് പോലത്തെ വിവിധ തലങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങളിലുണ്ട്. സോ സ്റ്റഡി സ്മാർട്ട്.